നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ കേരളം ഞെട്ടുന്ന വലിയൊരു വാർത്തയാണ് കോട്ടയം കാരിത്താസിൽ നിന്നും പുറത്തു വന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സിവിൽ പോലീസ് ഓഫീസറായ ശ്യാം പ്രസാദിനെ ഒരു ക്രിമിനൽ തൊഴിച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജിബിൻ ജോർജ് എന്ന് പറയുന്ന നിരവധി കേസുകളിൽ പ്രതിയായ യുവാവാണ് ഈ ശ്യാം പ്രസാദിനെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ശ്യാം പ്രസാദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരിത്താസ് ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി, അതിന്റെ 2 മണിയോടുകൂടി തന്നെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പൊതുദർശനത്തിനായി കോട്ടയം പോലീസ് ക്ലബിലും അതുപോലെ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം 4 മണിയോടുകൂടി ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം പല ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതി ഇപ്പോൾ ലഹരി മാഫിയ സംഘാംഗമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും മുൻപ് പലതവണ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിയെ ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് എന്താണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്, ഇയാളുടെ ആക്രമണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇയാൾക്ക് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ, കൂടുതൽ വിശദാംശങ്ങൾ അടക്കമുള്ളവ പോലീസ് ചോദിച്ചറിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിക്കും. ഇതിനുശേഷം പ്രതിയെ ചോദ്യം ചെയ്ത് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.